തുടരരുത്, അപകടം ഖത്തര എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം. ശരി, പിന്നെന്താ മൂപ്പരെ കാര്യമായ തെളിവെന്താണ്? അതാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാലുകോച്ചിയപ്പോ, മഹാനവറുകൾക്ക് കാലുകോച്ചി പിടുത്തമുണ്ടായപ്പോ അതാ വിളിക്കുകയാണ്, യാ മുഹമ്മദ്. കാലുകോച്ചിയാൽ പോലും, നിങ്ങൾ നോക്കൂ, കാലുകോച്ചിയാൽ പോലും റസൂലുള്ളാഹിനെ വിളിക്കാൻ പറഞ്ഞ ബുഖാരി കാഫിറാണോ മുശ്രിക്കാണോ? മുസ്ലിയാർക്കൊരു ചോദ്യമുണ്ട്, ആ ചോദ്യം ഒന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ പറയാം. ഇങ്ങനെ കാലുകോച്ചിയാൽ പോലും റസൂലുള്ളാഹിനെ വിളിക്കണമെന്ന് അൽ-അദബുൽ മുഫ്രദ് എന്ന ഈ കിതാബിൽ എഴുതി വെച്ച ഇമാം ബുഖാരി കാഫിറാണോ സലഫി, മുശ്രിക്കാണോ സലഫി? അല്ല, കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ നിലക്കുള്ള വിളിച്ച് സഹായത്തട്ടം അദബുൽ മുഫ്രദിൽ പറഞ്ഞതിൽ ഉദ്ദേശമില്ല. കാരണം എന്തെന്നല്ലേ, ഒരാളെ കാലുകോച്ചിയാൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സംഭവം എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് കോച്ചിപ്പിടുത്തമുണ്ടായി. അപ്പോൾ ഒരാൾ അടുത്തെന്ന് പറഞ്ഞു, ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക, ഇഷ്ടപ്പെട്ടയാളെ ഓർത്തോളൂ, ഇഷ്ടപ്പെട്ടയാളെ ഓർത്തോളൂ. ഹബീബായ നബി തങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ടവരാരാ സഹാബത്തിന്? നമുക്കും അതല്ലേ. അല്ലാഹു നബിയോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിലെന്നും നിലനിർത്തി തരുമാറാകട്ടെ. ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒത്തുചേരാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചിന്തിച്ചു നോക്കൂ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്താ ചെയ്യുന്നത്? എന്താണ് അവിടെ? നബിയേ, എന്റെ കാല് കോച്ചിപ്പോയി നബിയേ, എന്റെ കാല് കോച്ചിപ്പോയതെന്ന് മാറ്റിത്തരണം നബിയേ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല കേട്ടോ, ഒരിക്കലും വിളിച്ചിട്ടില്ല. പിന്നെ എന്താണ്? അതൊരു രീതിയാണ്, പണ്ട് കാലത്തെ സമൂഹത്തിലുള്ള ഒരു രീതിയാണത്. കാലിന് കോച്ചിപ്പിടുത്തം വരുമ്പോ പണ്ടേ അറബികൾക്കൊരു സമ്പ്രദായമുണ്ട്. ഇഷ്ടമുള്ള ആളുടെ പേരങ്ങ് പറയും. ഇഷ്ടമുള്ളയാളുടെ കാലിങ്ങനെ ഇങ്ങനെ തരിച്ച് അനങ്ങാൻ വയ്യാതെ ഇരിക്കുമ്പോ, അങ്ങനെ തരിപ്പ് വരുമ്പോ ആ തരിപ്പിനൊരു ശമനം കിട്ടാൻ അവർ കണ്ടിരുന്ന പരിപാടി, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഓർക്കും. ആ ഇഷ്ടപ്പെട്ടയാൾ ഒരു പക്ഷേ വാപ്പയാകാം, ഉമ്മയാകാം, ജ്യേഷ്ഠനാവാം, മകനാവാം, മകളാവാം, ഭാര്യയാവാം, കാമുകിയാവാം, കൂട്ടുകാരിയാവാം, കൂട്ടുകാരനാവാം, അങ്ങനെ പലരെയും അവർ വിളിക്കാം. അങ്ങനെ ആ നിലക്ക് പേര് പറയാറുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരങ്ങ് പറയുമ്പോ ശരീരത്തിലതാ പലയിടത്തും ആ സ്തംഭനം സംഭവിച്ചിട്ടുള്ള സംക്രമണ വ്യവസ്ഥക്കൊരു മാറ്റം സംഭവിച്ചിട്ട് കാലിന്റെ കോച്ചിപ്പിടുത്തം മാറിയിട്ട് ശരീരത്തിൽ ഒരു ആരോഗ്യം പ്രത്യേകമായി ലഭിച്ച് രക്തയോട്ടം കിട്ടുന്നു. അങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു ചികിത്സാ രീതി ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നോക്കൂ, അറേബ്യൻ കവിതകളിൽ തന്നെ കാണാം. ഒരാൾ തന്റെ കാമുകിയോട് പറയുന്ന വർത്തമാനം കേട്ടോ, ഇത് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയതാ നല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിൽ, ഇതാ ഇനി കേൾപ്പിക്കുന്ന കവിതയിൽ അയാൾ കാമുകിയെ വിളിച്ച് സഹായം തേടിയതാണോ? കേട്ടോളൂ. വല്ലാഹി, അയാൾ പറയാണ്, വല്ലാഹി മാ ഖദറത് റിജ്ലി വമാ അസറത് ഇല്ലാ ദകർതുകി ഹത്താ യദ്ഹബൽ ഖദറു. എന്താണ് അതിന്റെ അർത്ഥമെന്ന് കേട്ടോ? അല്ലാഹനെ തന്നെയാണ് സത്യം. എന്റെ കാലിന് കോച്ചിപ്പിടുത്തം സംഭവിച്ചാൽ, തരിപ്പനുഭവപ്പെട്ട എനിക്ക് അങ്ങനെ എന്തെങ്കിലും നിലക്കുള്ള ആ ഒരു സ്വാരസ്യം തോന്നിക്കഴിഞ്ഞാൽ കാമുകിയോട് പറയാണ്, ഇല്ലത് ഞാൻ നിന്നെ ഓർക്കാതിരിക്കില്ല. അങ്ങനെ നിന്നെ അങ്ങ് ഓർക്കുമ്പോഴേക്ക് എന്റെ തരിപ്പങ്ങ് പോകുന്നു. കാമുകിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തതാണോ? ഇത് ഒരു സംസ്കാരമാണ്. അതേ അവസരത്തിലതാ സ്വഹാബത്ത് അവർക്കിഷ്ടമുള്ള ആളാരാണ്? നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് വേണ്ടത്? അതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോഴേക്ക് അതാ തരിപ്പ് നീങ്ങിപ്പോയി. അതല്ലാതെ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് കാലിന് തരിപ്പുണ്ട് നബിയെ സുഖമാക്കി തരണേ നബിയെ വിളിച്ചിട്ടില്ല കേട്ടോ, പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ മൂപ്പര് പറയാണ്, സക്കരിയ സ്വലാഹി മഞ്ചേശ്വരത്തുനിന്ന് യാന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിടികൂടി നല്ല മറുപടി അങ്ങ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വിഷയത്തിൽ പേരോടിനോടതാ കൃത്യമായി ഇസ്ലാമികമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാന്യനായ സക്കരിയ സ്വലാഹി നല്ല ചുട്ട മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യാ മുഹമ്മദാ എന്നല്ല ആദ്യങ്ങളല്ലേ ഉദ്ധരിച്ചത്, നിങ്ങളല്ലേ ഉദ്ധരിച്ചത് ശരവിശിപ്പ. ഇതാ യാ മുഹമ്മദാ, യാ മുഹമ്മദാ എന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞു. യാ മുഹമ്മദ് എന്ന് ബുഖാരിയിലുണ്ട്, അപ്പൊ ഞാൻ സഹീഹ് ബുഖാരിയിലില്ല. അദബുൽ മുഫ്രദിലും യാ മുഹമ്മദില്ല, വെറും മുഹമ്മദ് ഉള്ളൂ, അവിടെ വിളിയില്ല, ഉദുക്കൂറിനാണ്. അപ്പൊ ഇതിന് സുന്നിന്റേക്ക് ചാടി അതിന് യാ മുഹമ്മദാഹുന്നുണ്ട്, അതിലുള്ളത് നുതുബയാണ്. ഇപ്പൊ മൂപ്പര് പറഞ്ഞു യാ മുഹമ്മദ് എന്ന് തന്നെ ഉണ്ട്. ഏതിലുണ്ട്? ഇബ്നു സുന്നി തന്നെ ഉണ്ട്. അതിന്റെ കോലെന്താ കേട്ടോളി നിങ്ങൾ, അതിന്റെ കഥയും പോക്കാൻ. عن أخبرني أحمد بن الحسن الصوفي حدثنا علي بن الجاد حدثنا زهير بن النبي إسحاق أن عبد الرحمن بن سعد قال كنت عند ابن عمر فخدرت رجله فقلت يا أبا عبد الرحمن ما لرجلك قال اجتمع عصبها من هنا قلت ادعو أحب الناس إليك فقال يا محمد فانبسطت. ഇതാണ് ഇബ്നു സുന്നി ഉള്ളത്. അതും അബൂ ഇസ്ഹാഖ് സബീഇ അൻ അബ്ദുറഹ്മാൻ ബിൻ സഅദിൻ, അതും ദഈഫാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കള്ള ഹദീസുകളല്ലാതെ ഒരൊറ്റ സഹിഹായ ഹദീസും കാലുകോച്ചിയതിന് പോലും ഉദ്ധരിക്കാൻ നിങ്ങളുടെ കയ്യിലില്ല. എന്നിട്ട് ഇതും വെച്ചാൽ നടക്കണേ. വലിയ തെളിവിന്റെ ആളാണ് ആ വെപ്പ്. ഇതിലും വലിയ ആൾ കുഞ്ഞ് വരാല്ല. എന്നിട്ട് കൊണ്ടുവന്നാപ്പത് ആദ്യം ബുഖാരിന്റെ പേരിൽ പറഞ്ഞു, ഞാൻ അദബുൽ മുഫ്രദാണ്, അതിൽ യാ അല്ല മുഹമ്മദ് ഉള്ളൂ. അപ്പൊ പറഞ്ഞു യാ മുഹമ്മദ് ആഹുന്നുണ്ട്, അതിന് ഉദ്ബേണെന്ന്. ഞാനല്ല മുല്ലാലിൽ കാര്യം കൊണ്ടുവച്ചു. ഇപ്പൊ ഹാലില്ലാത്ത വേറെ റിവായത്തുണ്ട്. മൂന്നിലും അബൂ ഇസ്ഹാഖ് സബീ ഉണ്ട്. അബൂ ഇസ്ഹാഖ് സബീ എന്ന മുദല്ലിസായ റാവി സനദിൽ തൊണ്ട വേലയുള്ള ശൈഖനെ പറയാതെ അപ്പുറത്തെ ആള് പറഞ്ഞ് സനദിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന തദ്രീസുള്ള റാവി അദ്ദേഹത്തിന് അനനത്ത് സ്വീകരിക്കാൻ പാടില്ലെന്ന് എല്ലാ മുഹദ്ദിസീങ്ങളും ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യാ മുഹമ്മദാഹ് എന്നത് നിങ്ങൾ ഉദ്ധരിച്ചതാണ്, ഞാൻ ഉദ്ധരിച്ചതല്ല. അതുകൊണ്ടാണ് നുതുബയാണെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വന്നത്. സഹീഹായ ഒരൊറ്റ റിവായത്തും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഒന്നയിൽ പറഞ്ഞു എന്നാണ് സഹീഹായ ഏതെങ്കിലും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന പേജിൽ ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞതായി തെളിയിക്കാനേ സാധിച്ചിട്ടില്ല. എന്നിട്ട് പറയാ മഞ്ചേശ്വരത്തുനിന്ന് സലാഹി കളവ് പറഞ്ഞില്ലേന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ നിലക്ക് ഓരോ സംഭവങ്ങളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശിർക്കിന് തെളിവുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആയുധം അത് വളരെ കരയുദ്ധത്തിന് കൊള്ളുന്ന ആയുധമല്ല കേട്ടോ, ദുർബലമായ പുൽക്കൊടി തന്നെ. പിന്നെ നിങ്ങളിവിടെ കൊണ്ടുവന്നവരും ഉണ്ടെന്താ? നിങ്ങളിവിടെ കൊണ്ടുവന്ന് ചീറ്റിപ്പോയ മറ്റൊരു ഉണ്ടയുണ്ടതെന്താ? ആദം നബി തവസ്സുൽ ചെയ്തു. ആദം നബി പണ്ടേക്കുണ്ടത്. ആദം നബിയിൽ നിന്ന് അബദ്ധം സംഭവിച്ചപ്പോ അങ്ങനെ നടന്നു പോകുമ്പോഴതാ അതാ അർശിന്റെ കാലിന്മേൽ എഴുതിയിരിക്കുന്നു, അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എഴുതിയിരിക്കുന്നു. അല്ലാഹുവോട് ചോദിച്ചു, ബിഹഖി മുഹമ്മദിന് ചോദിച്ചു, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് പാപം പൊറുക്കണേ എന്ന് ആദം നബി പറഞ്ഞു പോലും. അല്ലാഹു ചോദിച്ചു, ആദമേ നിനക്കെങ്ങനെയാ മുഹമ്മദിനെ മനസ്സിലായത്? ഞാൻ അദ്ദേഹത്തെ പടച്ചിട്ടില്ലല്ലോ. ആദം അലൈഹിസ്സലാം പറഞ്ഞു, നീ എന്നെ പടച്ചപ്പോ ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോ അതാ ഖവായിമുൽ അർശ്, അർശിന്റെ കാലുകളിൽ അതാ എഴുതപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എങ്കിൽ ആ മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് നിന്റെ പാപം പൊറുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹക്ക് കൊണ്ട് ചോദിച്ചതിനെ പറ്റി അല്ലാഹു നബിയോട് പറഞ്ഞു പോലും. പ്രിയപ്പെട്ട മുസ്ലിമേ, പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പോര കേട്ടോ. സിഖത്തായ ആളുകളിൽ നിന്ന് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹയെ പോലെയുള്ളവർ പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ദീന് ആരിൽ നിന്നാണ് എടുക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടേ എടുക്കാവൂ എന്ന്
പറഞ്ഞില്ലേ? ഈ സംഭവം ഉദ്ധരിച്ച സർവ പരമ്പരയിലുമുള്ളത് അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് ബിൻ ആസിലം എന്ന് പറയുന്ന വ്യക്തിയല്ലേ? ലഈഫല്ലേ, കദ്ദാബല്ലേ, അസ്വീകാര്യരല്ലേ, തള്ളപ്പെട്ടയാളല്ലേ? ഇയാളെ കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആശയത്തിന് എതിര് പറയാൻ നോക്കുന്നത്? അല്ലാഹ് എന്താ ഖുർആനിൽ പറഞ്ഞത്? ആദം അലൈഹിസ്സലാമിൽ നിന്നും ഹവ്വാ റളിയല്ലാഹു അൻഹയിൽ നിന്നും വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുക എന്ന അബദ്ധം സംഭവിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? ഫഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.